ഹായ് ഓൾ, നമ്മൾ ഇന്ന് സ്മാർട്ട് ഫോണിൽ വരുന്ന പ്രഷർ സെൻസർ SPI പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളിത് റീഡ് ചെയ്യുന്നത് സീരിയൽ മോണിറ്ററിലാണ്. UART പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇതിന്റെ വാല്യൂ 0x58 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ സെൻസർ എന്താണ് ഓക്കെ ആണ്. അതർവൈസ് മറ്റെന്തെങ്കിലും ഗാർബേജ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് വർക്കിംഗ് അല്ല നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്കിമാറ്റിക്. ഇതിനകത്ത് പ്രഷർ സെൻസർ ആയിട്ട് വരുന്നത് ഈ ഒരു IC ആണ്. അപ്പൊ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾ SPI പ്രോട്ടോകോൾ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ SPI പ്രോട്ടോകോളിൽ നമുക്കറിയാം ചിപ്പ് സെലക്ട്, സീരിയൽ ക്ലോക്ക്, മോസി, മിസോ, VCC, ഗ്രൗണ്ട് എന്നിങ്ങനെ 6 കണക്ഷൻസ് ഉണ്ടായിരിക്കും. ടോട്ടലി ഈ ഒരു സെൻസറിന് ആവശ്യമുള്ളത് 6 കണക്ഷൻസ് ആണ്. അപ്പൊ ഈ 6 കണക്ഷൻസ് നമ്മൾ ജമ്പർ ചെയ്തതിന് ശേഷം ഈ ഒരു ഓർഡിനോ ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഓർഡിനോ ബോർഡിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റിപ്ലൈ മീൻസ് ഈ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ ഒരു സീരിയൽ മോണിറ്ററിനകത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സീരിയൽ മോണിറ്ററിൽ വരുന്ന വാല്യൂ നോക്കി കഴിഞ്ഞതിന് ശേഷം അതിന്റെ വാല്യൂ 0x58 എന്നാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സെൻസർ ഓക്കെ ആയിരിക്കും. മറിച്ച് 0x00 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗാർബേജ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ സെൻസർ വർക്കിംഗ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതിന്റെ ഡാറ്റ ഷീറ്റിനകത്ത് അതിന്റെ പെർട്ടിക്കുലർ രജിസ്റ്ററിലെ വാല്യൂ വരുന്നത് ചിപ്പ് ഐഡിയുടെ വാല്യൂ 0x58 ആണ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് റിയൽ ടൈം ചിപ്പ് ID റീഡിംഗ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് 0x58 എന്ന വാല്യൂ ആണ്. അതിന്റെ മീനിങ് ആ ഒരു പെർട്ടിക്കുലർ IC സെൻസർ എന്താണ് ഓക്കെ ആണ്. ലെവൽ 4 ടെക്നീഷ്യൻസിന് നമ്മൾ ഇതിന്റെ ഡോക്യുമെന്റേഷനും സപ്പോർട്ടിംഗ് ഫയൽസും ഫ്രീ ആയി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട ആളുകൾ ജസ്റ്റ് SPI എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇൻബോക്സിൽ അത് വരുന്നതാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.